വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 26 26 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. പുതിയ ഉടമ്പടി. അവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലീവ് മലയിലേക്ക് പോയി. യേശു നടത്തിയ പുതിയ ഉടമ്പടി. തന്റെ ഇഹലോകവാസം അവസാനിപ്പിച്ച് പിതാവിന്റെ പക്കലേക്ക് പോകുന്നതിനോടനുബന്ധിച്ച് വിളിച്ചുകൂട്ടപ്പെട്ട സഹവാസ വിരുന്ന് സൽക്കാരത്തിൽ വെച്ച് യേശു തന്റെ ജനങ്ങളുമായിട്ട് പുതിയ ഒരു ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. പഴയ ഉടമ്പടി തന്റെ പിതാവ് സീനാമലപ്പുറത്ത് വെച്ച് ജനങ്ങളുടെ പ്രതിനിധിയായി മൂശയുടെ സാന്നിധ്യത്തിൽ കൽപ്പനകൾ നൽകിക്കൊണ്ട് അത് നിർവഹിച്ചു എന്ന് വരികിൽ, പുതിയ ഉടമ്പടി കൂടുതൽ പ്രസക്തവും പ്രാധാന്യമേറിയതുമാകുന്നത് പുത്രൻ തന്നെ നൽകിക്കൊണ്ട് ജനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള തന്റെ 12 ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ നടത്തുന്ന ഒരു ഉടമ്പടിയാണിത്. തന്നെ നൽകാൻ വേണ്ടി യേശു തിരഞ്ഞെടുത്ത പ്രതീകങ്ങളാണ് അപ്പവും വീഞ്ഞും. അപ്പവും വീഞ്ഞും തന്റെ കൈകളിൽ വഹിച്ചുകൊണ്ട് സ്തോത്രമർപ്പിച്ച് വാഴ്ത്തി സ്വന്തം ശരീരവും സ്വന്തം രക്തവുമായിട്ട് അതിനെ മാറ്റി ഉടമ്പടിയുടെ അച്ചാരം എന്ന നിലയിൽ തന്റെ ശിഷ്യന്മാർക്കായിട്ട് വിളമ്പിക്കൊടുക്കുകയാണ് യേശു തന്നെ. അതോടുകൂടി യേശു പറയുന്നു, ഇത് ഞാനും നിങ്ങളും തമ്മിലുള്ള പുതിയ ഉടമ്പടിയുടെ നിദാനമാണ്. ആ പുതിയ ഉടമ്പടിയുടെ അച്ചാരമാണിത്. ഇത് എന്റെ ശരീരവും എന്റെ രക്തവുമാണ്. ഇത് നിങ്ങൾ പാനം ചെയ്യുമ്പോഴും ഭക്ഷിക്കുമ്പോഴും ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായ രീതിയിൽ നിലനിൽക്കുകയും അത് നിത്യം ഫലപ്രദമായി തീരുകയും ചെയ്യുന്ന ഒരു സനാതനമായിട്ടുള്ള ഉടമ്പടി ബന്ധമാണിത് എന്ന് യേശു ആ അവസരത്തിൽ പറയുകയാണ്. ഇതാണ് പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് കൊണ്ട് നാം മനസ്സിലാക്കുന്നത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം. ഈ ഉടമ്പടിയുടെ അച്ചാരത്തിന്റെ സ്വീകരണം വഴിയാണ് ഇന്ന് സഭാമക്കളായിട്ടുള്ള നാം യേശുവായിട്ടുള്ള ബന്ധത്തിൽ വളരേണ്ടത് എന്നുള്ളതാണ് അതിന്റെ ധ്വനിയും അതിന്റെ പ്രസക്തിയും. യേശു ഈ ഉടമ്പടി ആധികാരികമായിട്ട് എന്ന വിധത്തിൽ തന്നെ അവരുടെ ഇടയിൽ ഉടമ്പടി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് യേശു അത് പ്രാർത്ഥനാ സങ്കീർത്തനങ്ങളിൽ കൂടെ അവസാനിപ്പിച്ചുകൊണ്ട് സുവിശേഷകനായ മത്തായി ഇന്ന് നമ്മോട് പറഞ്ഞു തരുന്നു, അവർ ഒലീവ് മലയിലേക്ക് പോയി എന്ന്. യേശുവിന്റെ ഈ ലോകവാസത്തിന്റെ അവസാന ദിനങ്ങളിലേക്ക് ക്രമേണ നാം ആനയിക്കപ്പെടുകയാണ് ഇതുവഴിയായി.